അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ സമയങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ചെയ്തുപോയ സർവ തെറ്റുകുറ്റങ്ങളും പടച്ച റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് പൂർണ്ണ മഗ്ഫിറത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. തെറ്റുകളിൽ നിന്ന് അകന്ന് ഒരു യഥാർത്ഥ മുഅ്മിനായി ഇബാദത്തോടെ തഖ്വയോടെ ജീവിക്കാൻ പടച്ച റബ്ബ് നാം ഏവർക്കും തൗഫീഖ് നൽകട്ടെ. രോഗങ്ങൾ, മറ്റ് സാമ്പത്തിക, ശാരീരിക, മാനസിക അസ്വസ്ഥതകൾ, പ്രയാസങ്ങൾ എല്ലാത്തിനും ശിഫ തന്ന് സലാമത്ത് തന്ന് സമാധാനം തന്ന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. മരിച്ചുപോയവർ, നമ്മുടെ കാരണവന്മാർ, തൊട്ടടുക്കൽ പള്ളിക്കാട്ടിൽ 6 അടി മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഴുവൻ ഖബറാളികൾ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, പരിശുദ്ധമായ ദിവസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു അവർ ഓരോരുത്തരുടെയും ഖബറുകളിൽ സ്വർഗീയ സന്തോഷം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിക്കാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസത്തിലെ ഏറ്റവും അനുഗ്രഹീതമായ ബറാഅത്ത് രാവിലേക്ക് ഇന്നത്തെ മഗ്രിബോടുകൂടെ നമ്മൾ കടന്നു വരികയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൻ്റെയും ആഖിറത്തിൻ്റെയും അനേകം നേട്ടങ്ങൾ കരസ്ഥമാക്കാനുള്ള ഒരു സുവർണ അവസരമാണ് പരിശുദ്ധമായ ബറാഅത്തിൻ്റെ രാവ് എന്ന് നമുക്കറിയാം. അതാ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, മാമിൻ ലൈലത്തിൻ ബഅദ ലൈലത്തിൽ ഖദ്ർ അഫ്ളലു മിൻ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് കഴിഞ്ഞാൽ ബറാഅത്തിൻ്റെ രാവ് പോലെ പരിശുദ്ധമായ ശ്രേഷ്ഠമായ മറ്റൊരു രാവില്ല. 1000 മാസത്തേക്കാൾ പുണ്യമായ ലൈലത്തുൽ ഖദ്റിൻ്റെ രാവ് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു വർഷത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കുന്ന ബറാഅത്തിൻ്റെ രാവ് പോലെ മറ്റൊരു രാവില്ല തന്നെ. ബറാഅത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഒഴിവാകുന്നത്, ഒഴിവാക്കുന്നത് എന്നൊക്കെയാണ്. ഹദീസുകളിൽ സാധാരണ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15ൻ്റെ രാവ് എന്ന പ്രയോഗമാണുള്ളത്. എന്നാലും സഹാബത്തിൻ്റെ കാലഘട്ടം മുതൽ തന്നെ ശഅബാൻ 15ൻ്റെ രാവിന് ബറാഅത്തിൻ്റെ രാവ് എന്നൊരു പ്രയോഗം അന്ന് മുതൽക്കേ ഉള്ളതാണ്. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക, പാപങ്ങളിൽ നിന്ന്, തെറ്റുകളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ ഒഴിവാക്കി വിടുതൽ നൽകുന്ന രാവ് എന്ന അർത്ഥത്തിലാണ് ഈ രാവിന്, ബറാഅത്ത് രാവിന് അങ്ങനൊരു പേര്, ബറാഅത്തിൻ്റെ രാവ് എന്നൊരു പേര് ലഭിച്ചത്. യത്ലിഉല്ലാഹു തബാറക വ തആല ഇലാ ഖൽഖിഹി ഫീ ലൈലത്തിൻ നിസ്ഫി മിൻ ശഅബാൻ. കുറച്ച് സമയമാണ് നമുക്കുള്ളൂ. ബറാഅത്തിനെ പറ്റി 1-2 കാര്യങ്ങൾ മാത്രം നമുക്ക് പറയാം. ഏകദേശം 1 മണിയാകാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ബറാഅത്തിന്റെ രാവിൽ, ശഅബാൻ 15 രാവിൽ സൃഷ്ടികളിലേക്ക് പ്രത്യക്ഷപ്പെടും. അവന്റെ അടിമകളിലേക്ക് പ്രത്യക്ഷപ്പെടും. ഫയഗ്ഫിറു ലിജമീഇ ഖൽഖിഹി, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. ഇല്ലാ ലിമുശ്രിക്കിൻ, മുശ്രിക്കായ മനുഷ്യന്മാർക്കൊഴികെ, ശിർക്ക് ചെയ്യുന്ന ആളുകൾക്കൊഴികെ. ഔ മുശാഹിനിൻ, അതുപോലെ പിണക്കവുമായി അകന്നു നിൽക്കുന്ന ആളുകൾക്കും ഒഴികെ എന്ന് ഖാല റസൂലുള്ളാഹ്. ബാക്കി മുഴുവൻ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അവന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഇജാബത്ത് തരുന്നതാണ്. ലൈലത്തുൽ ഇജാബ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു രാവ്. ലൈലത്തുൽ ഇജാബ, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു രാവ്. അതാണ് യഥാർത്ഥത്തിൽ ബറാഅത്തിന്റെ രാവ് എന്നാണ്. ചോദിച്ചാൽ, നമ്മൾ ആവശ്യക്കാരാണ് എന്ന് ബോധ്യം വന്നാൽ, പടച്ചവന് ബോധ്യം വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന രാവ് എന്നാണ്. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി തആല അലൈഹി ദുആഇന് ഇജാബത്തുള്ള ചില രാവുകളെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളിൽ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ലൈലത്തുൽ ഖദറിന്റെ രാവുണ്ട്, 2 പെരുന്നാളിന്റെ രാവുകളുണ്ട്. അക്കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു രാവാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ, ശഅബാൻ 15 രാവ്. ചോദിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, ഇജാബത്ത് ലഭിക്കുമെന്ന് ഉറപ്പുള്ള രാവ്. അക്കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട രാവാണ്. അതുകൊണ്ട് ബറാഅത്ത് രാവിൽ, ഇന്ന് മഗ്രിബ് മുതൽ തുടങ്ങുന്ന ബറാഅത്ത് രാവിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു ഇബാദത്ത്, ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, ഇബാദത്ത്, ഒരു ഡ്യൂട്ടി, അത് അദ്ദുആ, പ്രാർത്ഥനയാണ്. ദുആ ചെയ്യുക. നമുക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ, ബറാഅത്തിന്റെ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇബാദത്ത് അതാണ്. അള്ളാഹിനോട് ചോദിക്കുക. ചോദിച്ച ഇജാബത്ത് ഉറപ്പാണ്, കിട്ടൂന്ന് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ആവശ്യക്കാരനാണ് എന്ന് പടച്ചവന്, അള്ളാഹുവിന് ബോധ്യം വന്നു. എന്തൊക്കെയാണ് അള്ളാഹുവിനോട് ചോദിക്കേണ്ടത്? ആദ്യമായി, ഒന്നാമതായി അള്ളാഹുവിനോട് മഗ്ഫിറത്ത് ചോദിക്കുക എന്നുള്ളതാണ്. ബറാഅത്ത് രാവിന്റെ മഹത്വങ്ങൾ വിശദീകരിക്കുന്ന ഹദീസുകളിലെല്ലാം തന്നെ ഫയഗ്ഫിറു, അല്ലാഹു പുറത്തു തരും, അല്ലാഹു പുറത്തു തരും, അല്ലാഹു പുറത്തു കൊടുക്കും. ധാരാളം ഹദീസുകളിലൂടെ ആവർത്തിച്ച് അള്ളാന്റെ റസൂലിന്റെ പ്രയോഗമാണ്. അല്ലാഹു പൊറുക്കുന്ന രാവാണ്. മറ്റ് പല പ്രത്യേകതകൾ, പല നേട്ടങ്ങൾ, അതിനേക്കാളെല്ലാം പരമമായി, ഒന്നാമതായി അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തരുന്നത് അള്ളാഹുവിൽ നിന്നും മഗ്ഫിറത്ത് ലഭിക്കും എന്നുള്ളതാണ് ആ രാവിൽ. അതുകൊണ്ട് നമുക്ക് ഒന്നാമത് അള്ളാഹുവിനോട് ചോദിക്കാനുള്ളത്, കഴിഞ്ഞുപോയ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്ത ചെറുതും വലുതുമായ സർവ്വതും അള്ളാഹുവിനോട് തുറന്ന് പറഞ്ഞ് ഇസ്തിഗ്ഫാർ നടത്തുക, പൊറുക്കൽ തേടുക എന്നുള്ളതാണ്. അതാണ് ആദ്യം ചെയ്യാനുള്ളത്. അത് നമ്മൾ കൂട്ടമായി ദുആ ചെയ്യലിൽ മാത്രം ഒതുക്കാതെ, നമ്മൾ പേഴ്സണലായി ഒറ്റയ്ക്ക് അള്ളാഹുവിനോട് ഇരുന്ന് നിസ്കാരങ്ങൾക്ക് ശേഷമോ തഹജ്ജുദിന്റെ സമയത്തോ സുബഹ് ബാങ്കിന് മുമ്പോ ഒക്കെയായി നമ്മൾ അള്ളാഹുവിന് ആദ്യം ചോദിക്കാനുള്ളത് അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മറ്റൊന്ന്, അള്ളാഹുവിനോട് റിസ്ഖിൽ വിശാലത ചോദിക്കുക എന്നുള്ളതാണ്. റിസ്ഖിൽ വിശാലത ചോദിക്കുക. കാരണം ബറാഅത്ത് രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലുള്ള മനുഷ്യരുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്ന രാവാണ്. അവരുടെ ആയുസ്സുമായി ബന്ധപ്പെട്ട്, അവരുടെ ജീവിത വിഭവ
മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാം ചില തീരുമാനങ്ങൾ എടുക്കുന്ന ആ തീരുമാനങ്ങൾ മലക്കുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന, അറിയിച്ചു കൊടുക്കുന്ന രാവാണെന്നാണ്. നമ്മുടെ റിസ്ഖുമായി ബന്ധപ്പെട്ട് ഉള്ള തീരുമാനങ്ങൾ അല്ലാഹു മലക്കുകളോട് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് അനുകൂലമാകാൻ, നമ്മുടെ റിസ്ഖിലെ റിസ്ഖ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ ദുനിയാവിലെ ഹലാലായ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് പെടും. നമ്മുടെ കച്ചവടം, നമ്മുടെ മറ്റു തൊഴിൽ മേഖലകൾ, നമ്മുടെ കമ്പനികൾ, നമ്മുടെ കൂലിപ്പണി, നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗം, എന്തൊക്കെ നമ്മുടെ ദുനിയാവിൽ എന്തൊക്കെ വരുമാന വഴികളിൽ ബന്ധപ്പെടും എല്ലാം ആ റിസ്ഖിൽ പെടുന്നു. അതുകൊണ്ട് അതിലെ വിശാലത ചോദിക്കണം അള്ളാഹുവിനോട്. അതുപോലെ നമ്മൾ ബറക്കത്തുൽ ഉംറ ചോദിക്കണം, ആയുസ്സിൽ ബറക്കത്ത് ചോദിക്കണം, സലാമത്തുൽ ഈമാൻ സലാമത്തായി മരിക്കാനുള്ള അവസരം ചോദിക്കണം. ഇതൊക്കെ ഒരു അടുത്ത വർഷത്തേക്കുള്ള ജനിക്കുന്നവരുടെയും മരിക്കുന്നവരുടെയും ഒക്കെ ലിസ്റ്റ് അല്ലാഹു പ്രസിദ്ധീകരിക്കുന്ന രാവ് എന്ന് പല ഹദീസുകളും പഠിപ്പിച്ചു തന്നേക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ആയുസ്സിൽ ബർക്കത്ത് ചോദിക്കണമെന്നാണ്. അതിനുവേണ്ടി ദുആ ചെയ്യണം അള്ളാഹുവിനോട്. ആയുസ്സിലെ ബർക്കത്ത്, എത്ര നാൾ ജീവിച്ചാലും അത് ബർക്കത്തോടെ, അള്ളാഹുവിന് പൊരുത്തമുള്ള നിലക്ക് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള ഒരു അവസരം അത് ചോദിക്കണം. അതുപോലെ സലാമത്തുൽ ആഖിബത്ത്, നമ്മുടെ ആഖിബത്ത് സലാമത്താകാൻ വേണ്ടി, അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കണം. അത് പ്രത്യേകം ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അള്ളാഹുവിനോട് പ്രത്യേകം ചോദിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അതുപോലെ നമ്മിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ബറാഅത്തുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്, ഖൂമൂ ലൈലഹാ, രാത്രി നമ്മൾ നിസ്കരിക്കണം. ഹദീസുകൾ പഠിപ്പിച്ചിരുന്നാണ് ബറാഅത്തിന്റെ ഇന്നത്തെ രാവ് നിസ്കാരം. എന്ത് നിസ്കാരം? സാധാരണയേക്കാൾ കൂടുതൽ നിസ്കരിക്കുക. അത് ഖലാ ആയിപ്പോയ നിസ്കാരങ്ങൾ ഖലാ വീട്ടിൽ കൊണ്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് കുറെ ഖലാ ആയിട്ടുണ്ട്. അല്ലാണ്ട് റസൂല് പഠിപ്പിച്ചാണല്ലോ ബറാഅത്ത് രാവിൽ നിസ്കാരം വർദ്ധിപ്പിക്കണം. കുറെ നിസ്കാരങ്ങൾ ഖലാ വീട്ടാൻ, ഇശാ കഴിഞ്ഞ് പള്ളിയിൽ വെച്ചോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടോ കുറച്ചധികം നിസ്കാരങ്ങൾ ഖലാ വീട്ടാൻ ശ്രമിക്കുക. അത് ബറാഅത്ത് രാവിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു അമലാണ്. അതുപോലെ വസ്സൂമു നഹാറഹ, പകല് നോമ്പ് പിടിക്കുക. പകലെന്ന് പറഞ്ഞാൽ നാളെ ശനിയാഴ്ച നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണ്. ശഅബാൻ 15 എന്ന നിലക്ക് എല്ലാ അറബി മാസവും 15ന്റെ അന്ന് 13, 14, 15 ഈ 3 ദിവസം അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിൽ നോമ്പ് പിടിക്കൽ ശക്തമായ സുന്നത്താണ്. എല്ലാ അറബി മാസവും 13, 14, 15. അതുകൊണ്ട് നാളത്തെ നോമ്പെന്ന് പറഞ്ഞാൽ അയ്യാമുൽ ബീദിന്റെ ദിവസം എന്ന നിലക്ക് ഏറ്റവും ശക്തമായ സുന്നത്ത് എന്ന വിഭാഗത്തിൽ പെട്ടതാണ്. ഒപ്പം ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്കും അത് സുന്നത്താണ് എന്ന് ചില ഉലമാ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മാസം 15ന്റെ എന്ന നിലക്ക് മാത്രമല്ല, ബറാഅത്തിന്റെ നോമ്പ് എന്ന നിലക്കും അത് സുന്നത്ത്. അതുകൊണ്ട് ആ 2 നിയത്തും വെച്ച് നമുക്ക് ആ നോമ്പ് അനുഷ്ഠിക്കാം. നിസ്കാരങ്ങള് ഖലാ, റമദാനിലെ നോമ്പ് ഖലാ ആയിട്ടുള്ളവർ അതിനോടൊപ്പം ഫർളായ ഒരു നോമ്പ്, റമദാനിൽ നിന്നുള്ള ഒരു നോമ്പ് ഖലാ വീട്ടുന്നു എന്ന നിയത്തും നമുക്ക് അതിനോടൊപ്പം ചേർത്ത് വെക്കാവുന്നതാണ്. അക്കാര്യം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മരിച്ചവരുടെ ഖബറുകൾ നമ്മൾ സിയാറത്ത് ചെയ്യുക. വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. ബറാഅത്തുമായി ബന്ധപ്പെട്ട്, ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്ത് മാതൃകയായി കാട്ടി പഠിപ്പിച്ചു തന്ന ഒരു അമലാണ്. ബറാഅത്തിന്റെ രാവിൽ മദീനയിലെ ജന്നത്തുൽ ബഖീ എന്ന വിശാലമായ ഖബർസ്ഥാൻ അള്ളാഹുവിന്റെ ഹബീബ് സിയാറത്ത് ചെയ്തുകൊണ്ട് പാതിരാ കഴിഞ്ഞ സമയം നിൽക്കുന്ന സംഭവം ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഒറ്റയ്ക്ക് പോയി പാതിരാ കഴിഞ്ഞ സമയത്ത് ജന്നത്തുൽ ബഖീ അവിടെ പോയി ഖബറാളികളെ സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തുകൊണ്ട് നിൽക്കാൻ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്താണ്. നമ്മുടെ കാരണവന്മാരുടെ അടുത്തൊന്ന് പോവുക, മരിച്ചുപോയവരുടെ അടുത്തൊന്ന് പോവുക,
അവർക്ക് വേണ്ടി ഖുർആൻ ഓതുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവരത് പ്രതീക്ഷിച്ച് ആഗ്രഹിച്ച് കാത്തിരിക്കുകയാണ്. ബറാത്തിന്റെ രാവിൽ നിന്ന് മാത്രമല്ല, എപ്പോഴും എന്റെ മക്കൾ എന്റെ അടുക്കലൊന്ന് വന്നെങ്കിൽ, എന്റെ ഭർത്താവ് എന്റെ അടുക്കലൊന്ന് വന്നെങ്കിൽ, ഒരു ഫാത്തിഹ ഓതിയെങ്കിൽ, എനിക്കത് ഹദിയ ചെയ്തെങ്കിൽ, എനിക്ക് വേണ്ടി ദുആ ചെയ്തെങ്കിൽ, നമ്മുടെ സാമീപ്യം ഉള്ളിൽ കിടക്കുന്നവരറിയുന്നുണ്ടെന്നാണ് നമ്മുടെ ഈമാനും നമ്മുടെ വിശ്വാസമുള്ളത്. അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ. ഒരു ഖബർസ്ഥാനിലേക്ക് ചെല്ലുമ്പോൾ സലാം ചൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചെന്നാണ്. അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാർ മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ. ഒരു മഖ്ബറയിലേക്ക് ചെല്ലുമ്പോൾ അങ്ങനെ ദുആ ചെയ്യണം. ഈ മഖ്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് എന്റെ സലാം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സലാം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് സലാം പറയണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചെന്നതാണ്. ആ ഖബറിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ട ആളുകൾ അത് കേൾക്കില്ലെങ്കിൽ വെറും കല്ലിനോടും മണ്ണിനോടും സലാം ചെല്ലും പോലെയാണ് അത് എങ്കിൽ അള്ളാന്റെ റസൂൽ അങ്ങനെ ഒരു സലാം നമുക്ക് പഠിപ്പിച്ചു. അങ്ങനെ സലാം ചെല്ലണ്ടെന്ന് ആരും പറയണില്ല, അങ്ങനെ ഒരു സുന്നത്തില്ല എന്ന് ആരും പറയണില്ല. റസൂൽ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, ലോകത്തൊരു മുസ്ലിമും പറയണില്ല. എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഉള്ളിൽ കിടക്കുന്ന ആളുകൾ അത് കേൾക്കില്ലെങ്കിൽ വെറും കല്ലിനോട് സലാം പറയും പോലെയാണെങ്കിൽ ആ സലാം പറച്ചിൽ അള്ളാന്റെ റസൂല് നമുക്ക് അങ്ങനെ പഠിപ്പിച്ചു തരുമോ? ഉള്ളിൽ കിടക്കുന്ന ആളുകൾ കേൾക്കും. അവരുടെ ശരീരം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, മണ്ണായിട്ടുണ്ടാകും, പക്ഷെ അവരുടെ റൂഹ് അതിന് ആ ഖബറുമായി ബന്ധമുണ്ടെന്നാണ്. അതിലൂടെ അവര് കേൾക്കും. സലാം അലൈക്കും യാ അബീ, എന്റെ ഉപ്പ നിങ്ങൾക്ക് സലാം. അവിടെ അടുക്ക ചെല്ലുമ്പോ അസ്സലാമു അലൈക്കും യാ ഉമ്മി, എന്റെ ഉമ്മ നിങ്ങൾക്ക് സലാം. അസ്സലാമു അലൈക്കും യാ സൗജത്തി, എന്റെ ജീവന്റെ പാതിയായിരുന്ന എന്റെ പെണ്ണെ, എനിക്ക് മുമ്പേ ഖബറിലേക്ക് നീ പോയവളാണ്, നിനക്ക് സലാം. അങ്ങനെ സലാം ചൊല്ലണം. അസ്സലാമു അലൈക്കും യാ അഖീ, സഹോദര, യാ ഉഖ്തി, സഹോദരി, യബ്നി, എന്റെ മോനെ, അസ്സലാമു അലൈക്കും യാ ബിൻതി, എന്റെ മോളെ. എന്താണോ ആരാണോ ഉള്ളിലുള്ളത് അങ്ങനെ സലാം ചൊല്ലണമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവര് കേൾക്കും, അതവരറിയും. അറിയുമെന്ന് മാത്രല്ല, ജീവിച്ചിരിക്കുന്നവർ എങ്ങനെ കേൾക്കുമോ അതിനേക്കാൾ വ്യക്തമായി ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സംശയത്തിന് മറുപടിയായി അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ജീവിച്ചിരിക്കുന്നവരെക്കാൾ നന്നായിട്ട്. ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ കറണ്ട് പോയാൽ ബാക്കിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ മുകളിലിരിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മുടെയൊക്കെ ശബ്ദം അത് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനൊരു പരിധിയുണ്ട്. ഈ മൈക്കും ഈ ലൗഡ് സ്പീക്കറും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ആ പരിധിക്ക് അപ്പുറത്തേക്ക് ശബ്ദം കേൾക്കുന്നത്. കാരണം ഇത് ദുനിയാവാണ്. പക്ഷേ ഈ മഖ്ബറയുടെ ഒരു സൈഡിൽ നിന്നിട്ട് ഒരാൾ അസ്സലാമു അലൈക്കും ദാര ഖൗമിൻ മുഅ്മിനീൻ, ഈ ഖബറുകളിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് സലാം എന്നൊരു സൈഡിൽ നിന്നിട്ട് സലാം പറഞ്ഞാൽ ആ ചേർന്നുള്ള ഖബറിനുള്ളിൽ കിടക്കുന്ന ആളും കേൾക്കും. അതിന്റെ അങ്ങേയറ്റത്ത്, മഖ്ബറയുടെ അങ്ങേയറ്റത്ത് ഖബറിൽ കിടക്കുന്ന ആളുകളും അത് കേൾക്കും. കാരണം അത് ബർസഖാണ്, അത് റൂഹുമായിട്ട് ബന്ധപ്പെട്ട, ആത്മാക്കളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ലോകമാണ്. അത് ദുനിയാവിലേക്ക് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റില്ല. ദുനിയാവിലെ സംവിധാനങ്ങളായിട്ട് ഖബറിന്റെ ലോകത്തെ, ബർസഖിന്റെ ലോകത്തെ താരതമ്യം ചെയ്യുമ്പോഴാണ് പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. ഇനി അറ്റത്ത് നിന്ന് സലാം ചൊല്ലിയ അറ്റത്തുള്ളവർ കേൾക്കും. ജീവിച്ചിരിക്കുന്നവർ കേൾക്കുന്നതിനേക്കാൾ കൃത്യമായി ഖബറിനുള്ളിലുള്ള ആളുകൾ കേൾക്കുമെന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. ഒരാളൊരു ഖബറിന്റെ അരികിലൂടെ നടന്നുപോയി. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, തനിക്ക് പരിചയമുള്ള ഒരാളാണ്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഫസല്ലമ അലൈഹി, അയാൾക്കൊന്ന് സലാം ചൊല്ലി. സിയാറത്തിന് പോണല്ല, നടന്നു പോണ വഴിക്ക് ഒന്ന് സലാം ചൊല്ലി. പരിചയമുള്ള ആളാണ്. അങ്ങനെ സലാം ചൊല്ലിയാൽ ഇല്ലാ അറഫ, ഉള്ളിൽ കിടക്കുന്നയാള് പള്ളിയുടെ മുറ്റത്തുകൂടെ നടന്നു പോകുമ്പോ സലാം ചൊല്ലിയ തന്റെ കൂട്ടുകാരനെ തിരിച്ചറിയും.
അള്ളാന്റെ റസൂലിന്റെ ഹദീസാൻ. വറദ്ദ അലൈഹിസ്സലാം, മാത്രമല്ല സലാം മടക്കുകയും ചെയ്യും. അള്ളാന്റെ റസൂലിന്റെ ഹദീസാണ്, എന്തിനാണ് സംശയിക്കുന്നത്? അയാളെ തിരിച്ചറിയുകയും ചെയ്യും, സലാം മടക്കുകയും ചെയ്യും ബഹുമാനപ്പെട്ട പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ബറാഅത്തിന്റെ രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് മരിച്ചുപോയ ആളുകളെ. അത് എപ്പോഴാണ് സിയാറത്ത് ചെയ്യേണ്ടത്? നമ്മൾ അസറിന് ശേഷം സിയാറത്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അസറിന് ശേഷം സിയാറത്ത് എപ്പോ ചെയ്യലും സുന്നത്താണ്. അതിപ്പോ ജുമാ കഴിഞ്ഞ് ചെയ്യലും സുന്നത്താണ്, ഇന്ന് അസർ കഴിഞ്ഞും ചെയ്യലും സുന്നത്താണ്, നാളെയും അടുത്ത ആഴ്ചയൊക്കെ സുന്നത്താണ്. പക്ഷെ ബറാഅത്തുമായി ബന്ധപ്പെട്ട്, ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ടുള്ള സിയാറത്തിന്റെ സുന്നത്തിന്റെ ടൈം തുടങ്ങുന്നത് മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ. അതിനുമുമ്പ് ചെയ്യൽ തെറ്റെന്നല്ല പറയുന്നത്, പക്ഷെ മഗ്രിബ് ബാങ്ക് കൊടുക്കും യഥാർത്ഥ ടൈം അതാണ്. കാരണം മഗ്രിബോട് കൂടെയാണ് രാവ് തുടങ്ങുന്നത്. അതുകൊണ്ട് അസറിന് ശേഷം നമ്മൾ സിയാറത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും മഗ്രിബിന് ശേഷം ഇശാഇന് ശേഷം എപ്പോഴാണെങ്കിലും നമ്മൾ ആ ഖബറിന്റെ അടുക്കൽ, ഉപ്പയുടെ ഉമ്മയുടെ ആരുടെയാണോ ആ ഖബറിന്റെ അടുക്കൽ പോകണം, അവരോട് സലാം പറയണം. യാസീൻ ഓതാൻ പറ്റുമെങ്കിൽ ഓതണം, നീ ഫാത്തിഹയെങ്കിലും ഓതണം, ഒന്നുമില്ലെങ്കിൽ അടുത്തുപോയി ഒന്ന് സലാം ചൊല്ലിയിട്ടെങ്കിലും മടങ്ങണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ എൻ്റെ വാപ്പയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്ന് പോയി ഇശാ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞാണ് കഴക്കാപ്പള്ളി ഖബർസ്ഥാനിലേക്ക്, പള്ളിക്കാട്ടിലേക്ക് ഞാൻ സിയാറത്തിന് വേണ്ടി പോകുന്നത്. ഞാൻ മാത്രം ആ പള്ളിക്കാട്ടിൽ, ഞാൻ എൻ്റെ ഉപ്പയുടെ വാപ്പയുടെ അടുക്കൽ ഞാൻ മാത്രം. അങ്ങനെയാണ് സാധാരണ. എനിക്ക് അതിനാണ് സൗകര്യം കിട്ടുന്നത്. അതുകൊണ്ട് ഈ മഗ്രിബിന് ശേഷമുള്ള സമയം, ആ സിയാറത്തിന്റെ ടൈം ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയണം. അസറിന് ശേഷം സിയാറത്ത് നമുക്ക് ചെയ്യാം, പക്ഷേ ബറാഅത്ത് രാവിന്റെ ആ സുന്നത്ത് നമുക്ക് ലഭിക്കാൻ മഗ്രിബിന് ശേഷം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനിക്കുമാറാകട്ടെ. നമ്മൾ മാത്രമല്ല, നമ്മുടെ മക്കൾ, പേരക്കുട്ടികൾ, അവരെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകണം. ഇത് നിന്റെ വല്യാപ്പാടെ ഖബറാണ്, ഇത് നിന്റെ വല്യമ്മയുടെ ഖബറാണ് എന്ന് നമ്മുടെ മക്കളുടെ അടുക്കൽ അല്ലെങ്കിൽ പേരക്കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. എന്തിന്? സ്വന്തം വാപ്പാടെ ഖബറിന്റെ സ്പോട്ട് പോലും, ഉമ്മാടെ ഖബർ എവിടെയെന്ന് അറിയാത്ത മക്കൾ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ട് എന്നാണ്. വാപ്പാടെ ഖബർ ഏതാണ്, ഉമ്മാടെ ഖബർ ഏതാ, അന്ന് കൊണ്ടുപോയി അടക്കിയിട്ട് പിരിഞ്ഞതാണ്, പിന്നെ ആ പരിസരത്തേക്ക് തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ബറാഅത്തിന്റെ രാവിലെ മാത്രമല്ല, എപ്പോഴും വെള്ളിയാഴ്ചകളിൽ, വ്യാഴാഴ്ചകളിൽ, അല്ലെങ്കിൽ നമുക്ക് സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ അടുക്കൽ നമ്മൾ പോയി അവരോട് സലാം പറഞ്ഞ് അവർക്ക് വേണ്ടി ഖുർആൻ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പാരമ്പര്യം, അത് നമ്മൾ നമ്മുടെ മക്കളിലേക്കും നമ്മുടെ തലമുറകളിലേക്കും പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ നിന്നൊക്കെ മരിച്ചുപോയവർ, അവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.